നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ 5 ഇന്ത്യക്കാർക്ക് ജയിൽ ശിക്ഷ നൽകിയിരിക്കുകയാണ്. ഒരു സിറിയക്കാരനെയും ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. എണ്ണ മേഖലയിലെ സ്വകാര്യ കരാർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. കുവൈറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ പരിശോധനയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് പിടികൂടിയിരിക്കുന്നത്. രാജ്യത്ത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടികൂടാനായി നടത്തുന്ന പരിശോധന ഇതിനോടകം തന്നെ പുരോഗമിച്ചതായി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും യോഗ്യത കാണിച്ച് ജോലിക്ക് കയറിയവരുടെ രേഖകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചു വന്നിരുന്നത്. അടുത്ത ഘട്ടത്തിൽ ഡിപ്ലോമക്കാരുടെയും പരിശോധിക്കുന്നതായിരിക്കും. ഇങ്ങനെ വിവിധ രാജ്യങ്ങളുടെ കുവൈറ്റ് എംബസിയുടെ സഹകരണത്തോടെയാണ് അതത് രാജ്യങ്ങളിലെ സർവകലാശാലകളുമായും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് പരിശോധന പുരോഗമിച്ചു വരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വേട്ടയിൽ സ്വദേശി വിദേശി വിവേചനം ഉണ്ടാവില്ലെന്നും എത്ര ഉന്നതരായാലും പിടികൂടി നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ട പരിശോധനയിലാണ് ഇന്ത്യൻ വംശജരായ 5 പ്രവാസികൾ പിടിയിലായിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ ഇത് കൂടുമെന്നാണ് ലഭിക്കുന്ന വിവരം. കുവൈറ്റ് നടപടികൾ കർശനമാക്കുമ്പോൾ ജനസംഖ്യ 2019 ജൂലൈ മാസത്തോടെ 4.82 മില്യനായി വർദ്ധിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവരിൽ ബഹുഭൂരിപക്ഷവും വിദേശികളാണ്. വിദേശികൾ 3.40 മില്യനും സ്വദേശികൾ 1.42 മില്യനുമായാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. വിദേശികളിൽ പ്രഥമ സ്ഥാനത്ത് ഇന്ത്യക്കാർ തന്നെയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നടത്തിയ സർവേ പ്രകാരം സ്വദേശികൾ ടൂറിസത്തിന്റെ ഭാഗമായി ചെലവഴിക്കുന്നത് 2019 ആദ്യ പകുതിയിൽ 31.38% വർദ്ധിച്ചിട്ടുള്ളതായാണ് വ്യക്തമാകുന്നത്. 2019 ആദ്യ പകുതിയിൽ ടൂറിസത്തിനായി സ്വദേശികൾ ചിലവാക്കിയത് മൊത്തം 2.818 ബില്യൺ ദിനാറാണ്. അതായത് ആദ്യ ക്വാർട്ടറിൽ 1.440 ബില്യൺ ചിലവഴിച്ചപ്പോൾ രണ്ടാം ക്വാർട്ടറിൽ 1.378 ബില്യൺ ദിനാറാണ് ചിലവഴിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഓൺലൈൻ പണമിടപാടുകൾ രാജ്യത്ത് വലിയ പ്രാമുഖ്യം കൈവരിക്കാനായിട്ടില്ല. നിലവിൽ പ്രവർത്തിക്കുന്ന 82% സ്ഥാപനങ്ങളും ഓൺലൈൻ ഇടപാടുകളിൽ വലിയ താല്പര്യം കാണിക്കുന്നുമില്ല എന്നാണ് പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ കുവൈറ്റിലെ ജനസംഖ്യാ പെരുപ്പത്തിൽ ഇന്ത്യക്കാർ മുന്നിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതിൽ ഇന്ത്യക്കാർ മുന്നിൽ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.